ഇന്നത്തെ ദിവസം നമ്മൾ ഈ സമരം നടത്തുമ്പോൾ കേരളീയ പൊതുസമൂഹം എല്ലാവരും ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ്. എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നിപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ശ്രീ എം മുകേഷ് അടക്കമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് CPM-ന്റെ MLA-മാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നമ്മൾ സമരം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ദൃശ്യമാധ്യമങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത BJP-യുമായി ധാരണയുണ്ടാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ശ്രീ EP ജയരാജൻ രാജിവെക്കുന്നു എന്ന വാർത്തയാണ്. അതേ സമയത്ത് തന്നെ നിലമ്പൂർ MLA ശ്രീ PV അൻവർ ഇവിടെ നമ്മുടെ ഈ സമരത്തെ നേരിടാൻ വേണ്ടിയിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് ലാത്തിയും ഷീൽഡും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ പോലീസുകാർക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ തടയാനായിട്ട് വരുന്ന ഈ പോലീസുകാരുടെ പ്രധാനപ്പെട്ട പരിപാടി നാട്ടിലെ ജനങ്ങൾക്ക് ഇവരെ കൊണ്ട് സ്വൈര്യമില്ല എന്നുള്ളത് പോട്ടെ, സ്റ്റേഷനിൽ നിൽക്കുന്ന മരങ്ങളെ പോലും വെറുതെ വിടാതെ ആ മരങ്ങൾ പോലും മുറിച്ചു വിൽക്കുകയാണ് എന്ന വാർത്ത ഒരു CPM-ന്റെ MLA തന്നെ പറയും. ഈ സംസ്ഥാനത്തെ പോലീസിന്റെ സൂപ്പർ DGP ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അജിത് കുമാർ എന്ന ശ്രീ പിണറായി വിജയന്റെയും P ശശിയുടെയും ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ, അയാൾക്ക് ബിസിനസ് ആയിട്ടുള്ള ഏർപ്പാടുകൾ, പോലീസിനെ അയാൾ കാണുന്ന ഒരു വലിയ വ്യവസായമായിട്ടാണ് എന്നും അയാളുടെ അളിയന്മാർ അവിഹിതമായി അവിശുദ്ധമായി സ്വത്ത് സമ്പാദിക്കുകയാണ് എന്നും ആരോപണം ഉന്നയിക്കുന്നു. നമ്മൾ ആരെങ്കിലും ആണോ ആരോപണം ഉന്നയിച്ചത്? CPM-ന്റെ എല്ലാ കൊള്ളരുതായ്മകളെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന CPM-ന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു MLA. ആ MLA-യോട് ഇപ്പൊ ഇവിടെ നിങ്ങളൊക്കെ ഈ പോലീസുകാർ ഞങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന് തെറ്റിദ്ധാരണയിൽ വന്നിരിക്കുന്നവരാ. നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെയൊക്കെ മുകളിൽ മറ്റേ അശോക സംഭവമായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, SP IPS-കാരനാണ്. നിങ്ങളുടെയൊക്കെ റാങ്കിന് മുകളിലാണ്. ഇവിടെ നിൽക്കുന്നത് DYSP ആണെന്ന് മനസ്സിലാക്കുന്നത്. ആ റാങ്കിന് മുകളിലാണ് IPS-കാരൻ, ACP. SP അവിടെ ഇരിപ്പുണ്ട്. ആ SP ഇന്നലെ ഒരു MLA വിളിച്ചിട്ട് പറയുന്നത്, എൻ്റെ SP ദോഷം പറയും, എൻ്റെ SP പറയുന്നത്, എൻ്റെ MLA എന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ജീവിതകാലം മുഴുവൻ ഞാൻ DGP ആകും. വളർന്ന് 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 ഞാനൊരു DGP ആയി മാറുന്ന കാലത്തും അങ്ങേക്ക് എൻ്റെ ഒരു വിനീത വിധേയനായി കാണാം. എൻ്റെ SP-യുടെ പേര് സുജിത്ത് ദാസ് എന്നാണ്. എടോ സുജിത്ത് ദാസേ, താൻ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ MLA-മാരുടെ ദാസനാകാതെ ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന്റെ ദാസനായി മാറുവാൻ ഈ നാട്ടിലെ എല്ലാ പോലീസുകാരോടും തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കുകയാണ്.